നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഉത്തരേന്ത്യൻ മോഡൽ സൈബർ തട്ടിപ്പ് സംഘം അറസ്റ്റിൽ. സിനിമകൾക്ക് റിവ്യൂ ചെയ്ത് ലാഭം നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. പാലപ്പിള്ളിയിൽ മാന്യനെ കൈകാലുകൾ കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത കേസിലെ പ്രതികളിലൊരാൾ കീഴടങ്ങി. ചാലക്കുടി വനം ഡിവിഷന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ പാമ്പ് പിടുത്ത പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ യു-ടേണിൽ ജീപ്പിന് പുറകിൽ കാറിടിച്ച് അപകടം. പുളിമരത്തിന്റെ പൊത്തിൽ നിന്നും മലമ്പാമ്പിന്റെ കുഞ്ഞിനെ പിടികൂടി. വയനാടിനൊരു കൈത്താങ്ങിന്റെ ഭാഗമായി വിആർപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ഉത്തരേന്ത്യൻ മോഡൽ സൈബർ തട്ടിപ്പ് സംഘം അറസ്റ്റിൽ. സിനിമകൾക്ക് റിവ്യൂ ചെയ്ത് ലാഭം നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി 46 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കടയ്ക്കൽ സ്വദേശി അബ്ദുൾ അയൂബ്, തിരുവനന്തപുരം അനാട് സ്വദേശി ഷഫീർ, കൊല്ലം മാടത്തറ സ്വദേശികളായ ഷിനാജ്, അസ്ലം എന്നിവരാണ് പിടിയിലായത്. വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവിന്റെ മേൽനോട്ടത്തിൽ കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാന്റെ നേതൃത്വത്തിൽ SI KS സൂരജ്, സീനിയർ CPOമാരായ CV സുനിൽകുമാർ, TS ജ്യോതിഷ്, CPOമാരായ TK സൂരജ്, പ്രവീൺ ഭാസ്കർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് തമിഴ്നാട്ടിലെ ഹുസൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമായി 4 യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. ടെലഗ്രാമിൽ നിന്ന് ലഭിക്കുന്ന ഫിലിം റിവ്യൂ ആപ്പ് വഴി റിവ്യൂകൾ സ്വീകരിക്കുകയും പിന്നീട് ഓരോ ഘട്ടത്തിലും പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം നൽകി തന്ത്രപരമായി പണം നിക്ഷേപിപ്പിക്കുകയും പിന്നീട് ലാഭം എടുക്കുവാനും മറ്റുമായി കൂടുതൽ പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പണം കൈക്കലാക്കുകയുമായിരുന്നു ഇവരുടെ രീതി. പ്ലെക്സ് എന്ന സിനിമ റിവ്യൂ ആപ്ലിക്കേഷൻ വഴി സിനിമകൾക്ക് റിവ്യൂ എഴുതി നൽകുന്നതിന് പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുക്കുന്ന ഇവർ ഷെയർ ട്രേഡിംഗിനാണെന്ന് പറഞ്ഞ് യുവാക്കളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തതിനു ശേഷം ATM കാർഡുകൾ കൈക്കലാക്കുന്നു. തട്ടിപ്പ് നടത്തി ലഭിക്കുന്ന പണം ഈ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിടികൂടിയ തട്ടിപ്പുകാരുടെ കൈകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പല ആളുകളുടെ പേരിലെടുത്ത 18ഓളം ATM കാർഡുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ ഇവർ രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതിനിടെയാണ് തിരുവനന്തപുരത്തെ റിസോർട്ടിൽ നിന്നും പ്രതികളെ സാഹസികമായി പിടികൂടിയത്. തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പാലപ്പിള്ളിയിൽ മാന്യനെ കൈകാലുകൾ കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത കേസിലെ പ്രതികളിലൊരാൾ കീഴടങ്ങി. തിരുവനന്തപുരം അമ്പൂര് സ്വദേശി 48 വയസ്സുള്ള വിനോദാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ 4 ആളുടെ പേരിൽ വനം വകുപ്പ് അധികൃതർ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം സ്വദേശികളായ ഷിബു, സന്തോഷ് കുമാർ, ഹരി എന്നിവർ ഒളിവിലാണ്. പാലപ്പിള്ളി തോട്ടത്തിൽ കരാർ അടിസ്ഥാനത്തിൽ കാലാവധി കഴിഞ്ഞ മരം മുറിക്കുന്ന ജോലിക്കെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് വിനോദ്. ഓഗസ്റ്റ് 6-നായിരുന്നു സംഭവം. പ്രതികൾ മാനിനെ കെട്ടിയിട്ട് ഫോട്ടോയും വീഡിയോയും എടുക്കുകയായിരുന്നു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ച് അധികൃതർ സംഭവം അറിയുന്നത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് വിവരങ്ങളൊന്നും വനം വകുപ്പിന് ലഭിച്ചിരുന്നില്ല. മാനിനെ കെട്ടടിച്ചു വിട്ടുവെന്നാണ് അറസ്റ്റിലായ പ്രതിയുടെ മൊഴി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി വനം ഡിവിഷന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ പാമ്പ് പിടുത്ത പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ചാലക്കുടി വനം ഡിവിഷന്റെ പരിധിയിൽപ്പെട്ട മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ പാമ്പുകളും മനുഷ്യനുമായുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ചാലക്കുടി വനം ഡിവിഷന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ പാമ്പ് പിടിക്കുന്നതിനുള്ള പരിശീലന ക്ലാസ് നടത്തി. രാവിലെ 9 മണി മുതൽ ചാലക്കുടി വനം ഡിവിഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ക്ലാസിൽ 59 പേർ പങ്കെടുത്തു.
ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ ക്ലാസും നൽകി. പങ്കെടുത്ത എല്ലാവർക്കും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. നമ്മൾ ബേസിക്കലി പാമ്പിൻ്റെ ഒരു ബേസിക് ബിഹേവിയർ വെച്ചിട്ട് നമ്മളൊരു കഷ്ണം PVC പൈപ്പും ഒരു ഇരുണ്ട കളറിലുള്ള ഒരു തുണി കൊണ്ടുള്ള ബാഗും ഉപയോഗിച്ച് പാമ്പിനെ അതിൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് അതിനെ ആ ബാഗിനകത്തേക്ക് ആക്കുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പൈപ്പ് ആൻഡ് ബാഗ് മെത്തേഡ് എന്നാണ് അതിന് പറയുന്നത്. പ്രശ്നങ്ങൾ പാമ്പ് പിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നിയോജകമണ്ഡലത്തിലുണ്ട്. പലപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സമയത്തിന് അവിടെ എത്തിച്ചേരുന്നില്ല എന്നുള്ള പരാതികളൊക്കെ പല സമയത്തും നമുക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഇന്നൊരു ദിവസം 18 പഞ്ചായത്തുകളിൽ നിന്ന് ഉള്ള ആളുകൾക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ യു-ടേണിൽ ജീപ്പിന് പുറകിൽ കാറിടിച്ച് അപകടം. ബുധനാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു അപകടം. യു-ടേണിന് സമീപത്ത് പെട്ടെന്ന് നിർത്തിയ ജീപ്പിന് പുറകിൽ കാർ വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. ഗുരുവായൂരിൽ നിന്ന് അങ്കമാലിയിലേക്ക് പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. പുളിമരത്തിന്റെ പൊത്തിൽ നിന്നും മലമ്പാമ്പിന്റെ കുഞ്ഞിനെ പിടികൂടി. പെരുവനം രാമൻ കണ്ടത്ത് വീടിന്റെ പറമ്പിലുള്ള പുളിമരത്തിന്റെ പൊത്തിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. പറമ്പിൽ പണി ചെയ്തിരുന്ന തൊഴിലാളിയാണ് ഇതിനെ കണ്ടത്. ഏകദേശം 4 അടിയോളം നീളമുണ്ട്. വനം വകുപ്പിന്റെ അംഗീകൃത റെസ്ക്യൂവർ KR അരുൺ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി വനത്തിൽ വിട്ടയച്ചു. വയനാടിനൊരു കൈത്താങ്ങിന്റെ ഭാഗമായി വിആർപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വയനാടിനൊരു കൈത്താങ്ങിന്റെ ഭാഗമായി വിആർപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ മുതൽ വിആർപുരം കമ്മ്യൂണിറ്റി ഹാളിലാണ് ബിരിയാണി വിതരണം നടത്തിയത്. 1000-ലധികം ബിരിയാണികളാണ് വിറ്റുപോയതെന്ന് സംഘാടകർ പറയുന്നു. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയരാഘപുരത്തിൻ്റെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ബിരിയാണി ചലഞ്ചാണ് നടത്തിയത്. വയനാട് ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ NSSൻ്റെ നേതൃത്വത്തിൽ 150ഓളം വീടുകൾ പണിത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിലേക്കുള്ള ഫണ്ട് സമാഹരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് NSSൻ്റെ കുട്ടികൾ ഇങ്ങനത്തെ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. അതിലിപ്പോൾ ഏകദേശം 300 ഒക്കെ കിട്ടും എന്ന് ധാരണയാണ് ആരംഭിച്ചത്. പക്ഷേ അത് കൂടി ഇപ്പോൾ 950 1000-ത്തിനടുത്തുള്ള ബിരിയാണി പൊതികളാണ് നമ്മൾ ചെലവഴിച്ചത്. അതിൻ്റെ കിട്ടുന്ന ലാഭം നമ്മൾ ക്ലസ്റ്റർ കൺവീനറായിട്ടുള്ള സാർ അദ്ദേഹത്തിന് നൽകി അതിലൂടെ NSSലേക്ക് കൈമാറാനാണ് ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ NSS യൂണിറ്റ് പോണേ. അങ്ങനത്തെ ഒരു അവസരത്തിലാണ് ഇപ്പോൾ വയനാട് ഇത്ര വലിയൊരു ദുരന്തം സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് NSSൻ്റെ തന്നെ ഘടകങ്ങളുടെ തീരുമാനപ്രകാരം 150 വീട് NSSൻ്റെ നേതൃത്വത്തിൽ വയനാട് ദുരിതബാധിതർക്കായിട്ട് പണിത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിറ്റിനോടും ആവശ്യപ്പെടുകയും അതിൻ്റെ ഇതായിട്ട് നമ്മൾ ഏത് രീതിയിൽ ഈ പരിപാടി ചെയ്യണം, എങ്ങനെ ഇതിന് വേണ്ടിയിട്ടൊരു ഫണ്ട് കളക്ട് ചെയ്യാമെന്നുള്ളൊരു ആശയം വന്നപ്പോൾ കുട്ടികൾ തന്നെയാണ് നമുക്കൊരു ബിരിയാണി ചലഞ്ചിൽ കൂടെ നമുക്ക് ഈ പരിപാടി കണ്ടെത്താമെന്നുള്ളൊരു ആശയം വെച്ച് അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയമുണ്ടാക്കിയ അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക, പ്രളയ ദുരിത ബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP നെന്മണിക്കര പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. SC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാധരൻ കോപ്പാട്ടിൽ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ സമിതി അംഗം രാജീവ് കണ്ണാറ മുഖ്യപ്രഭാഷണം നടത്തി. BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, നേതാക്കളായ സന്ദീപ് ആമ്പല്ലൂർ, സുരേഷ് കടുകപ്പറമ്പിൽ, മണികണ്ഠൻ കുന്നപ്പിള്ളി, ചന്ദ്രൻ MK, ഭരതൻ എവക്കാട് എന്നിവർ നേതൃത്വം നൽകി. ഈ പ്രദേശത്ത് നെന്മണിക്കര പഞ്ചായത്ത് വ്യാപകമായിട്ട് വെള്ളത്തിനടിയിലായത് എന്ന് കാണാൻ സാധിക്കും നമുക്ക്. കൊടകരയിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ പ്രകടനം നടത്തി. കൊൽക്കത്ത മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ കൂട്ടമാനഭംഗത്തിനിരയായി വധിക്കപ്പെട്ട ദാരുണ സംഭവത്തിൽ ഇരയ്ക്ക് നീതിയും സുരക്ഷയ്ക്കായി രാജ്യത്ത് നിയമവും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി ഐക്യദാർഢ്യ പ്രകടനം നടത്തി.
സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സെന്ററിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ, VB ശോഭനാകുമാരി, KO പൊറിഞ്ചു, KV രാമകൃഷ്ണൻ, MS വിജയലക്ഷ്മി, K സുകുമാരൻ, MA സുശീല തുടങ്ങിയവർ സംസാരിച്ചു. പുറത്തേക്കാണ് സംഭവിച്ചത്. നേരം വെളുക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞത്, മാതാപിതാക്കളെ വിളിച്ചു പറഞ്ഞത്, നിങ്ങളുടെ മകൾ ഇവിടുത്തെ PG ഡോക്ടർ ആത്മഹത്യ ചെയ്തിരിക്കുന്നുവെന്നാണ്. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീകോവിലിന്റെ ഉത്തരം വയ്പ് ഭക്തി നിർഭരമായി നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണിമകത്ത് ശ്രീവല്ലഭൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ശാന്തിക്കാരായ ദീപക് ഭട്ട്, പുരുഷോത്തമ ഭട്ട്, മുഖ്യശില്പി സുനിൽ കൃഷ്ണ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്തരേന്ത്യൻ മോഡൽ സൈബർ തട്ടിപ്പ് സംഘം അറസ്റ്റിൽ. സിനിമകൾക്ക് റിവ്യൂ ചെയ്ത് ലാഭം നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. പാലപ്പിള്ളിയിൽ മാന്യനെ കൈകാലുകൾ കെട്ടിയിട്ട് ഫോട്ടോയെടുത്ത കേസിലെ പ്രതികളിലൊരാൾ കീഴടങ്ങി. ചാലക്കുടി വനം ഡിവിഷന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ പാമ്പ് പിടുത്ത പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ യു-ടേണിൽ ജീപ്പിന് പുറകിൽ കാറിടിച്ച് അപകടം. പുളിമരത്തിന്റെ പൊത്തിൽ നിന്നും മലമ്പാമ്പിന്റെ കുഞ്ഞിനെ പിടികൂടി. വയനാടിനൊരു കൈത്താങ്ങിന്റെ ഭാഗമായി VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.